Okay, then take your textbook, page number 168. Meals of the day. Already we discussed in our previous class about meals of a day. Okay, there are main 3 meals of a day. Which are they? Which are the 3 main meals of a day? Ishan, can you say? The 3 main meals of a day. Breakfast. Yes. We have breakfast in the morning or? Yes, in the morning. We had breakfast in the morning. It is the one of the main meals of a day is breakfast. Then second one? Lunch. Lunch. Lunch we have in afternoon. Okay. Then? Dinner. Dinner. Okay. We have dinner at night. These are the 3 main meals of a day. Which are they? We have breakfast in the morning. We have lunch in the afternoon. We have dinner at night. Okay. These are the main 3 meals of a day. Which are they? Breakfast in the morning, lunch in the afternoon, dinner at night. Clear? Is it clear? Yes. Then again, the importance of water. We already studied about the importance of food. Then now we will learn the importance of water. Okay. Listen, page number 169. Next page. We need water. Then our body also needs water. Water helps us to digest the food we eat. We must drink 6 to 8 glasses of water every day. These are the importance of water. And our body also needs water. We know that. Our body also need water like food. ഭക്ഷണം ഉള്ളതുപോലെ അല്ലെങ്കിൽ ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ ബോഡിയിൽ എന്ത് വേണം? വെള്ളം വേണം അല്ലേ? വാട്ടർ വേണം അല്ലേ ദേവപ്രിയ? ആണോ? ആണ്. അപ്പൊ എന്താണ്? Our body also needs water. നമ്മൾ ഭക്ഷണം കഴിക്കാതെ ചിലപ്പോ കുറെ ദിവസം നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും അല്ലേ? പക്ഷെ വെള്ളം കുടിക്കാതെ നമുക്ക് നിൽക്കാനേ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ടയേർഡ് ആവും അല്ലേ? ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം? നമ്മള് വെള്ളം കുടിക്കണം. എന്തിനായി വെള്ളം കുടിക്കുന്നേ? The water help us to digest the food we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവാൻ വേണ്ടി അല്ലേ? What's the meaning of the word digest? ആർക്കറിയാ ഡൈജസ്റ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവണം എന്ന് പറയുന്ന എന്താണ്? എന്താണ് ഗോഡ്വിൻ? What's the meaning of the word digest? ദഹനം. ദഹനം. വെരി ഗുഡ്. ദഹനം അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിൽ നിന്ന് ഡൈജസ്റ്റ് ആവണം അല്ലേ? നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതിനെ ബോഡി അകത്തേക്ക് എടുക്കുകയും വേണ്ടാത്തതിനെ എന്ത് ചെയ്യണം? പുറത്തേക്ക് കളയുകയും വേണം അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിൽക്കാൻ വേണ്ടി പാടുണ്ടോ? നോ. എന്ത് ചെയ്യണം? ബോഡിക്ക് ആവശ്യമുള്ളതിനെ ബോഡി ഡൈജസ്റ്റ് ചെയ്ത് എടുക്കണം അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിൽ എന്ത് ചെയ്യും? ഏകദേശം ഒരു 4 hours നമ്മുടെ വയറ്റിൽ നിന്നിട്ട് അത് ഡൈജസ്റ്റ് ആവും. എന്നിട്ട് ബോഡിക്ക് ആവശ്യമുള്ളതിനെ എന്ത് ചെയ്യും? ബോഡി അകത്തേക്ക് എടുക്കും. ആവശ്യമില്ലാത്തതിനൊക്കെ പുറത്തേക്ക് വിടും അല്ലേ? സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? വി മസ്റ്റ് ഡ്രിങ്ക് വാട്ടർ. സോ ഹിയർ ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. അവർ ബോഡി ഓൾസോ നീഡ് വാട്ടർ. എന്തിനാണ്? ഫോർ വാട്ട്? വാട്ടർ ഹെൽപ്പ് us to digest the food we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവാൻ വേണ്ടി. Then we must drink at least 6 to 8 glasses of water a day. നമ്മൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാ പറയുന്നേ? We must drink 6 to 8 glasses of water. അല്ലേ? 6 മുതൽ 8 വരെ ഗ്ലാസ് വെള്ളം കുടിക്കണം. കുടിക്കാറുണ്ടോ? നിങ്ങൾ കുടിക്കാറുണ്ടോ അത്രയും വെള്ളം? നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? 8 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിച്ചേ പറ്റൂ. 8 ഗ്ലാസും അതിലധികവും കുടിക്കാം അല്ലെ? എന്നാലും കുറഞ്ഞു പോവാൻ വേണ്ടി പാടില്ല. ഇപ്പോഴൊക്കെ എന്താണ്?
കുറച്ച് മഴയൊക്കെ വരാൻ വേണ്ടി പോവാണ്. നൗ ഇസ് ഇറ്റ് റെയിനി സീസൺ. നമുക്കറിയാം റെയിനി സീസൺ ആണ്, മഴയില്ലെങ്കിലും. സാധാരണയായിട്ട് റെയിനി സീസണിലൊക്കെ നമുക്ക് എന്താണ്, അത്ര ദാഹം ഒന്നും തോന്നില്ല അല്ലെ, വെള്ളം കുടിക്കാനൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നന്നായി വെള്ളം കുടിക്കണം, ഒരുപാട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് നമുക്ക് എല്ലാം കൊണ്ടും വളരെ നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഗുണമേ ഉണ്ടാക്കുള്ളൂ അല്ലെ. നല്ലതാണ് വെള്ളം കുടിക്കുന്നത്. ഭക്ഷണം കുറച്ച് കുറഞ്ഞാലും നന്നായി വെള്ളം എപ്പോഴും കൂടെ കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അറ്റ്ലീസ്റ്റ് 6 to 8 glasses of water must we drink in a day. Okay, then we need water. Here is our body also need water. Water help us to digest the food we eat, and we must drink 6 to 8 glasses of water in a day. Okay, clear? 3 സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞത്. എന്തൊക്കെയാണ് മോളെ സമജ്ന ഇതിൽ പറഞ്ഞത്? എന്തൊക്കെയാണ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? വി നീഡ് വാട്ടർ എന്നുള്ള പോർഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? വെള്ളം കുടിക്കുന്നത് എന്തിനാണ്, എന്തിനു വേണ്ടിയാണ് വെള്ളം കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അല്ലേ. വി need water because our body needs water അല്ലേ. നമ്മുടെ ബോഡിക്ക് എന്ത് വേണം? വെള്ളം വേണം അല്ലേ സമജ്ന? നമുക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? Then water helps us to digest the food we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവാൻ വേണ്ടി അല്ലേ. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ദഹിച്ചിട്ട് ബോഡിക്ക് ആവശ്യമുള്ളതിനെ എടുക്കാനും വേണ്ടാത്തതിനെ കളയാനും ഒക്കെ ബോഡിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്. സോ drink 6 to 8 glasses of water in a day. 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം അല്ലേ. 6, 7, 8, 9 അങ്ങനെ അളവ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. ഒരുപാട് വെള്ളം കുടിക്കുക. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ എന്താണ് സമജ്ന? ഓക്കെ മോളെ, നോ പ്രോബ്ലം. മോൾക്ക് റേഞ്ച് എന്തോ ഇഷ്യൂ എന്തോ ആണ്. Then is it clear? Afrin Parveen, can you read the portion we need water? Can you read the 3 points? Our body also needs water. Water helps to digest the food we eat. We must drink 6 to 8 glasses of water every day. Okay. Our body also needs water. Water helps to digest the food we eat. We must drink 6 to 8 glasses of water every day. Okay, clear? Shrishna, can you read those 3 points? Please unmute and read the portions. Body also needs water. Okay. Helps to digest the food we eat. Okay. Drink 6 to 8 glasses of water every day. Okay. So, is it clear? If you have any doubt? Clear? Is it clear? Is it clear? Show me your thumb. Gatri Rajiv, can you read the points? Our body also needs water. Water helps us to digest the food we eat. We must
Drink 6 to 8 glasses of water every day. Okay. Then I'll go for the next question. Good eating habits. Doubt ഒന്നുമില്ലല്ലോ? എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടോ മിസ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളില്? ക്ലിയർ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടില്ല എങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. ആദിനാഥ്, do you have any doubt? Yes or no? എന്തെങ്കിലും സംശയം ഉണ്ടോ മോനെ ആദിനാഥേ? Show me your thumb. Yes or no? Clear? Okay. Okay. Then good eating habits. Next is good eating habits. What are the good eating habits? നല്ല ആഹാര ശീലങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നറിയാമല്ലേ, പക്ഷെ വെറുതെ ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയോ? നോ, വി മസ്റ്റ് ഫോളോ ദ ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്. നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നല്ല ആഹാര ശീലങ്ങൾ തന്നെ ഫോളോ ചെയ്യണം അല്ലേ ക്രിസ്റ്റോ? നല്ല ചിരിയാണല്ലോ ക്രിസ്റ്റോ. എന്താണ്? ഓക്കെ, ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്. നമ്മള് നല്ല ആഹാര ശീലങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. അതിനെ കുറിച്ചാ പറയുന്നത്. വാട്ട് ആർ ദ ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്? എങ്ങനെയാണ് ഈ നല്ല ആരോഗ്യ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക? ആൻഡ് ലിസൺ, യുവർ ഫസ്റ്റ് പോയിന്റ് ഈസ് eat clean and fresh food. Eat clean and fresh food. Do you understand? Clean and fresh food. Only eating clean and fresh food. മനസ്സിലായോ എന്താണെന്ന്? എന്താണ് പറയുന്നത്? ഈറ്റിംഗ് ക്ലീൻ ആൻഡ് ഫ്രഷ് ഫുഡ്. എന്താ മീനിങ് മോളെ ദേവപ്രിയ? എന്താ പറയുന്നതില്? ഈറ്റ് ക്ലീൻ ആൻഡ് ഫ്രഷ് ഫുഡ്. വാട്ട്സ് മീനിങ്? നല്ല ഭക്ഷണം കഴിക്കുന്നേ. നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ എന്താണ്? നല്ല വൃത്തിയുള്ള, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. അതായത് തണുത്തതും തലേ ദിവസത്തതും പഴകിയതുമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടില്ല. വൃത്തിയില്ലാത്ത ഭക്ഷണവും കഴിക്കാൻ വേണ്ടി പാടില്ല അല്ലേ? വൃത്തിയില്ലാതെ എന്ന് വെച്ചാല് നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോ ഔട്ട്സൈഡ് ചിലപ്പോ ചില വൃത്തിയില്ലാത്ത കടകളൊക്കെ ഉണ്ടാവും. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് മിസ് പറയില്ല. എല്ലാവരും ആ ഭക്ഷണത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും കഴിക്കുമ്പോ എന്ത് ചെയ്യാ? നമ്മള് നീറ്റ് ആയിട്ടുള്ള ഭക്ഷണം നോക്കിയിട്ട് കഴിക്കുക അല്ലെ? വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊന്നും പോയി ഭക്ഷണം കഴിക്കരുത്. നല്ല നീറ്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തുനിന്ന് കഴിക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിലും അതുപോലെ തലേ ദിവസത്തെയോ പഴകിയതോ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കരുത്. ജസ്വൽ ബിനുവിനെ ആരോൺ ബിനുവിനെ ഞാൻ കാണുന്നുണ്ട്. രണ്ടുപേരും നല്ല സംസാരാണല്ലേ? ലിസൺ ഹിയർ, ഡോണ്ട് ടോക്ക്. ഓക്കെ, രണ്ടുപേരും കമ്പനി കൂടിയിരുന്ന് സംസാരിക്കാണ്. ലിസൺ. ഇത് കഴിഞ്ഞിട്ട് മിസ് നിങ്ങളോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. സോ ലിസൺ ഹിയർ. ഈറ്റ് ക്ലീൻ ആൻഡ് ഫ്രഷ് ഫുഡ്. വി മസ്റ്റ് ഈറ്റ് clean and fresh food. Okay, this is the first point. Good eating habits. Okay, eat your meals at the same time every day. This is an important point. Which is that? Eat your meals same time every day. Eat your meals at same time every day. In every day we must eat our meals in the same time. So for example, today we eat our breakfast at 8:30. Then tomorrow we must follow the same time. Then today we eat our lunch in 1:30. Then our next day we must eat our lunch in 1:30. Okay. ഇന്ന് നമ്മൾ രാവിലെ ഒരു 8:30ക്കാണ് ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദെൻ നാളെ നമ്മൾ ഒരു 10 മണിയാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പാടില്ല. എല്ലാ ദിവസവും മാക്സിമം എന്ത് ചെയ്യുക? ഒരേ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശീലിക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അത് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ വല്ലാതെ
ഓവർ ഫാറ്റി ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ തടി വെക്കുന്ന കാര്യങ്ങളിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ വല്ലാതെ ചില സമയത്ത് ഒരുപാട് തടി വെക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വയറുവേദന ഉണ്ടാവും, കാശിനാഥിന് ഉണ്ടായ പോലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കൃത്യം സമയത്ത് ഭക്ഷണം കഴിക്കാം. കൃത്യം സമയമല്ലെങ്കിലും ഏകദേശം ഒരു സമയം നമ്മൾ കീപ്പ് ചെയ്യുക. ഏകദേശം ഒരേ സമയം തന്നെ കീപ്പ് ചെയ്യും. ഇന്ന് 8:30 ആണെങ്കിൽ നാളെയും ഏകദേശം 8:30, then 8:35 ആ സമയത്തിനുള്ളിൽ ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്ക് 1:30 ആണെങ്കിൽ നാളെയും 1:30, 1:35 ആ ടൈമിൽ ഭക്ഷണം കഴിക്കാം. ഇങ്ങനെ രാത്രിയിലും അതുപോലെ. രാത്രിയിലെ ഭക്ഷണവും മാക്സിമം എന്ത് ചെയ്യുക? നേരത്തെ കഴിക്കുക. 9 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ 8:45 ഫുഡ് കഴിക്കരുത്. മാക്സിമം ഒരു 7-7:30 അകത്ത് എന്ത് ചെയ്യുക? നമ്മൾ ഡിന്നർ കഴിക്കണം. എന്നിട്ട് നമ്മൾ ഒരു 9 മണി, 9:15, 9:30 ഒക്കെ ആവുമ്പോൾ കിടന്നുറങ്ങാം അല്ലേ. അപ്പൊ നേരത്തെ ഭക്ഷണം കഴിക്കുക. രാത്രിയിലെ ഭക്ഷണം ഉറങ്ങാറാവുമ്പോൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകി നേരെ പോയി കിടന്നുറങ്ങാൻ പാടില്ല. നേരത്തെ ഭക്ഷണം കഴിക്കുക, രാത്രിയിലെ ഭക്ഷണം. അത് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കും അല്ലേ. സോ അങ്ങനെയൊക്കെ ചെയ്യുക. കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക. Eat your meals at the same time every day. Eat the meals at the same time. When we eat our breakfast in 8:30 today, then tomorrow follow the same time. Then today eat our lunch in 1:30, tomorrow follow the same time. Okay, ഒരേ സമയം ഫോളോ ചെയ്ത് പോവുക. അത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡീനെ ഹെൽത്തിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? Eat your meals, eat clean and fresh food. Then second point, eat your meals at same time every day. Clear? These 2 points are clear. ഇത് രണ്ട് മനസ്സിലായോ? Yes. Okay. Then third point, eat with your mouth closed. എന്താണ്? വായ അടച്ച് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലേ. അതായത് വായിന്ന് എന്ത് ചെയ്യുക? ചില ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ പോവല്ലേ. അടുത്തൊന്നും ഇരുന്ന് ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. നമ്മളെപ്പോഴും നല്ല നീറ്റായിട്ട് വായ അടച്ച് ചവച്ചരച്ച് വേണം ഭക്ഷണം കഴിക്കാൻ അല്ലേ. അല്ലാതെ വായിൽ കുത്തി നിറച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? പെട്ടെന്ന് കഴിച്ചു തീർക്കാനൊന്നും വേണ്ടി പാടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല നീറ്റായിരിക്കണം അല്ലേ. Eat with your mouth closed. വായ അടച്ച് വെച്ചിട്ട് ചവച്ചരച്ച് കഴിക്കുക. എങ്ങനെയാണ് വായ അടച്ച് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി പോകുന്നത്? ഒന്ന് ആക്ഷൻ. എങ്ങനെയാണ് വായ അടച്ചിട്ട് ചവച്ചരിക്കുക? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? വായ അത്യാവശ്യം നീറ്റാണ്. Eat slowly, chew your food well. എന്ത് ചെയ്യുക? പതുക്കെ ഭക്ഷണം കഴിക്കുക. അതായത് കുറച്ചായിട്ട് നന്നായിട്ട് ച്യൂ ചെയ്ത്, നന്നായിട്ട് എന്താണ് ച്യൂയിങ് ഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ച്യൂ എന്ന് വെച്ചാൽ എന്താണ്? ചവച്ചിട്ട് നല്ലോണം ചവച്ച് ഭക്ഷണം കഴിക്കുക. ച്യൂയിങ് ഗം എന്നൊക്കെ കേട്ടില്ല? നമ്മളിങ്ങനെ എപ്പോഴും വായലിട്ട് ഇങ്ങനെ ചവച്ചോണ്ടിരിക്കും ച്യൂയിങ് ഗം. സോ അങ്ങനെ നന്നായി ച്യൂ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക. നന്നായി ചവച്ച് പതുക്കെ ഭക്ഷണം കഴിക്കുക. പെട്ടെന്ന് കഴിച്ചു തീരാൻ വേണ്ടി ചടപടാ കഴിക്കരുത്. നന്നായിട്ട് ചവച്ചരച്ച് മാത്രമേ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് യുവർ മീൽസ്. ആരോമൽ, എന്താ മോനെ ആരോമൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് മോനെ. മിസ്സേ, ഇടക്കിടക്ക് ഇങ്ങനെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുന്നെ. ഇങ്ങനെ സൗണ്ടും കുറയുന്നു. ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ മിസ് പറയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ട്? ഉണ്ടോ ഗോഡ്വിൻ? ഉണ്ട് ഇല്ലേ? എന്നിട്ട് എന്താ ആരും മിസ്സിനോട് പറയാഞ്ഞേ? ഞാനിപ്പോ അതില്
ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിസ്സിനോട് നേരത്തെ പറയണ്ടേ? മിസ് ഇത്ര സമയം പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ? കേട്ടില്ലേ? മിസ് പറയുന്നത് ക്ലിയർ ആയില്ലേ? യെസ്. ഓക്കെ. Then wash your hands before and after eating. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും we must wash your hands. നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? കൈകൾ കഴുകണം അല്ലേ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും നിർബന്ധമായിട്ടും നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. നമ്മുടെ ഗാത്രിയൊക്കെ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാ? നന്നായിട്ട് ഇങ്ങനെ കൈയൊക്കെ എല്ലാ സൈഡും അല്ലേ? നൈലിന്റെ അടിയിലും കൈയുടെ പുറം സൈഡും അകത്തും ഒക്കെ നന്നായിട്ട് എന്ത് ചെയ്യാ? കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടി. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കൈ കഴുകണം അല്ലേ? Then rinse your mouth after meals. Rinse your mouth. What do you mean by rinse? എന്താണ് rinse your mouth? ശ്രീഷ്ണ ഉറങ്ങാണോ? ഉറങ്ങുന്ന പോലെ ഇരിക്കുകയാണോ? എന്താണ് rinse your mouth? rinse എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? ആർക്കും അറിയില്ലേ? അറിയോ ഗോഡ്വിൻ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വായ എന്ത് ചെയ്യണം? ഓക്കെ, എന്താണ് മോനെ അയോൺ? ഭക്ഷണം കഴിച്ചിട്ട് കുരുക്ക് തുപ്പണം. ആ, ഭക്ഷണം കഴിച്ചിട്ട് വായയിൽ നന്നായി വെള്ളം ഒഴിച്ച് നന്നായി തുപ്പിക്കളയാണ് അല്ലെ? വായുടെ അകത്തുള്ള വേസ്റ്റ് ഒക്കെ, കുറെ വേസ്റ്റ് ഒക്കെ വായുടെ അകത്ത് ഉണ്ടാവും അല്ലെ? നമ്മൾ ഫുഡ് കഴിച്ചു കഴിക്കുമ്പോൾ അത് വേസ്റ്റ് അല്ല, പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴുകാതിരുന്നാൽ എന്താണത്? വായുടെ അകത്തുള്ള വേസ്റ്റ് ആണ്. നമ്മൾ കഴിക്കുമ്പോൾ അതെന്താണ്? ഫുഡാണ്, നമ്മൾ നല്ല ടേസ്റ്റില് കഴിച്ചു വരുന്ന ഫുഡാണ്. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാതിരുന്നാൽ വായുടെ അകത്ത് എന്താണത്? വേസ്റ്റ് ആണ്. അപ്പൊ നന്നായിട്ട് നമ്മൾ റിൻസ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കുലുക്കി തുപ്പിക്കളയണം അല്ലേ വായുടെ അകത്തുള്ള വേസ്റ്റ് ഒക്കെ. സോ then അവിടെ ഒരു ചെറിയ ബോക്സിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? Take only as much food as you can finish. Never waste food. That is an advice. നമുക്ക് തരുന്ന ഒരു അഡ്വൈസ് ആണല്ലേ എന്ത്? Take only as much of food as you can finish. എന്താണ് അങ്ങനെ വെച്ചാല്? എന്താണ് അതിന്റെ മീനിങ്? നെവർ വേസ്റ്റ് ഫുഡ്. നെവർ വേസ്റ്റ് ഫുഡ് അത് നമുക്കറിയാം. ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ എന്താണ്? ടേക്ക് ഓൺലി ആസ് മച്ച് ഓഫ് ഫുഡ് ആസ് യു ക്യാൻ ഫിനിഷ്. എന്താണ് മോളെ അഭിരാമി അതിന്റെ മീനിങ്? ആ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം എടുക്കുക അല്ലെ? അഭിരാമി പറഞ്ഞ പോലെ കഴിക്കാൻ വേണ്ട അത്രയും ഭക്ഷണം മാത്രം എടുക്കുക. ഒരു പ്ലേറ്റില് നിറയെ ഫുഡ് എടുത്തിട്ട് അതിൽ നിന്ന് പകുതി കഴിച്ചിട്ട് ബാക്കി കളയാൻ വേണ്ടി പാടില്ല. നെവർ വേസ്റ്റ് യുവർ ഫുഡ് ബിക്കോസ് ഫുഡ് ഈസ് വെരി പ്രഷ്യസ്. ഭക്ഷണം കിട്ടാതെ വിഷമിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഫുഡ് മാത്രം എടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ കളയാൻ വേണ്ടി പാടില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രമേ എടുത്ത് കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. കേട്ടോ ലക്ഷ്മി? കേട്ടു. സോ ദീസ് ആർ ദ ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്. ഓരോരുത്തരായിട്ട് ഓരോ പോയിന്റ് ഒന്ന് മിസ്സിന് വായിച്ചു തന്നേ. ആരോമൽ ഫസ്റ്റ് പോയിന്റ് വായിച്ചു മോനെ. ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്. അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് ആരോമലേ? അൺമ്യൂട്ട് ചെയ്യൂ മോനെ. ഓക്കെ, വായിക്ക്. ഏതാ വായിക്കണ്ട്? പഠിപ്പിച്ചത് ഏതാ? ഏതാ വായിക്കണ്ട? ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്. ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ് ഫസ്റ്റ് പോയിന്റ്. എവിടെയാണ് ശ്രദ്ധ? മിസ് പറയുന്നത് തന്നെ ശ്രദ്ധിച്ചിരിക്കണ്ടേ? Clean and fresh food. Okay, eat clean and fresh food. Is that okay? Enough ആരോമൽ മതി. നമ്മൾ എപ്പോഴും ക്ലീൻ ആൻഡ് ഫ്രഷ് ഫുഡ് വേണം കഴിക്കാൻ വേണ്ടി. Then അഡോൺ ജോസഫ്
Can you read the second point? Eat. Eat your meals. Your meal. Baki? At the At the same time. same time. Okay. Eat your meals at the same time every day. എല്ലാ ദിവസവും നമ്മൾ കറക്റ്റ് ടൈമിൽ മാത്രം ഫുഡ് കഴിക്കുക അല്ലേ? Then Amna Fatima, can you read the third point? മൂന്നാമത്തെ. അമ്ന മിസ് തരുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ, ഇനി വായിക്കൂ മൂന്നാമത്തെ. വായിച്ചു. ഇനി മൂന്നാമത്തെയാണ് വായിക്കേണ്ടത്. No, third one. First and second is already read. Third point. Eat with your mouth closed. Eat with your mouth closed. Okay. Then Jeswal Binu, please unmute. Okay, then read the fourth point. It is 4 points. Like it. Slowly. Slowly. Chew your food well. Okay. Eat slowly. Chew your food well. അതൊക്കെ കഴിക്കുക, നന്നായി ചവച്ചരച്ച് കഴിക്കുക അല്ലേ? Can you read the next point? wash your hands Before and after eating. and After eating. Okay. Wash your hands before and after eating. എന്താണ്? കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകണം അല്ലേ? വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവര് എന്ത് ചെയ്യണം എന്നറിയോ? നന്നായിട്ട് വായിക്കുക. അത് മാത്രമാണ് റീഡിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക. വായിക്കാൻ അറിയില്ല എന്ന് കരുതി വായിക്കാതിരിക്കരുത്. എല്ലാരോടും കൂടിയാ പറയുന്നത്. കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക കേട്ടോ. Then alone Ullas, can you read the last point? ലാസ്റ്റത്തെ. Your mouth after meals. Okay. Rinse your mouth after meals. Okay. Then listen. നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്ത് ചെയ്യാ? ഈ പോർഷൻ മുഴുവൻ നന്നായി വായിച്ചിട്ട് വേണം വരാൻ. ആൻഡ് യുവർ ഹോംവർക്ക്സ് ആർ റീഡ് ആൻഡ് ആൻസർ. നമ്മൾ ഇപ്പൊ എടുത്ത പോർഷന്റെ ഏറ്റവും ലാസ്റ്റ്, ആ പേജിന്റെ ലാസ്റ്റ് ഇരുന്നിട്ട് റീഡ് ആൻഡ് ആൻസർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Then when we are hungry, we play outdoors, have food, draw. നമ്മൾ വിശക്കുമ്പോ എന്താ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിശക്കുമ്പോ നമ്മൾ പുറത്തു പോയി കഴിക്കുവോ, കളിക്കാറുണ്ടോ? ദെൻ ഭക്ഷണം കഴിക്കാറാണോ അല്ല ചിത്രം വരക്കാറാണോ ചെയ്യാറ്? എന്താണ് വിശക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ഫുഡ് അല്ലേ? സോ അതൊരു എക്സാമ്പിൾ ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. വി ഹാവ് ഫുഡ് എന്നുള്ളതിന് ടിക്ക് ചെയ്തിട്ടുമുണ്ട്. ദെൻ നമ്മൾ ഇനി ചെയ്യേണ്ടത് അതിന്റെ ബാലൻസ് ആയിട്ട് വരുന്ന വർക്കുകൾ നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഡിസ്കസ് ചെയ്ത് തരാം.
പക്ഷെ നിർബന്ധമായിട്ടും എല്ലാവരും ഇത് ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടി പാടുള്ളൂ. ഒരാളുടെ ടെക്സ്റ്റ് പോലും ഫില്ല് ചെയ്യാതെ വരരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ്, തെറ്റോ ശരിയോ എന്ത് വേണേലും ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് അത് കറക്റ്റ് ചെയ്ത് തരും കേട്ടോ. എന്നിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മിസ് നോക്കട്ടെ. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പേ തന്നെ തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും അതും കൂടി എഴുതി റെഡിയാക്കിയിട്ട് വരിക. എന്നിട്ട് അതിലുള്ള ഡൗട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നിന്ന് മിസ് ക്ലിയർ ചെയ്ത് തരാം, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ. സോ അവർ ടൈം ഈസ് ഓവർ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടൈം കഴിയാൻ പോവാണ്, അതുകൊണ്ടാണ് ലാസ്റ്റ് മിസ് കുറച്ച് സ്പീഡാക്കിയത്. സോ it's time to wind up and see you in next week. Tata, bye bye. Bye bye. Tata. Okay.